നീ അവിടെ നിൽക്കുന്ന അവർക്ക് അത്ര താല്പര്യമില്ല എന്നൊരു വർത്താനം ഞാൻ കേട്ടല്ല. ആര് പറഞ്ഞു കേട്ടെന്നുള്ളതല്ല, കേട്ടതിൽ ഞാൻ ചോദിച്ചാൽ വല്ല കഴമ്പുണ്ടോ? അങ്ങളൊന്ന് പോയ മനുഷ്യന്മാരെ കിടത്താണ്ട് അങ്ങൾ എന്താ അങ്ങളിപ്പോ സത്യത്തിൽ ഇപ്പൊ എന്താ അറിയണ്ടേ? ഈ പോന്ന് പറഞ്ഞാലേ നിന്റെ കാര്യങ്ങൾ എനിക്ക് ഇടപെട്ടൂടെ? അതിനുള്ള അവകാശം എനിക്കില്ലേ ലച്ചു? ഇതാ വന്ന് ഇതാ ഇപ്പം വരും, വന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഇതോ നിൽക്കണമെന്ന് പറഞ്ഞല്ലാതെ സിദ്ധു ഇങ്ങോട്ട് വരണ്ടല്ല, വരണ്ടാവായി. ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, ഇനി ആരൊക്കെ ഇടപെട്ട് എത്രയൊക്കെ നിർബന്ധിച്ചാലും നീ ഡിവോഴ്സ് കൊടുക്കല്ലേ. നീ കൊടുക്കല്ലെന്ന്. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും നിർബന്ധിക്കും, നിന്റെ മനസ്സിൽ അങ്ങനെ ഉള്ള ചിന്ത ഉണ്ടെങ്കിൽ മാറ്റിയ മക്കളെ എനിക്ക് നിന്റെ ജീവിതമാണ് വരുന്നത്. കൊടുക്കലെന്ന് പറഞ്ഞാൽ ലച്ചു കൊന്നു കളഞ്ഞാൽ കൊടുക്കല്ലേ, ജീവിതം വെച്ച് കളിക്കല്ലേ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് നീ ആലോചിച്ചോ. നീ എൻ്റെ പിള്ളേ പോലെയാണ് ഞാൻ പറയണത്, കൊടുത്ത് കളയല്ലേ മക്കളെ. എല്ലാം കൂടെ കൊച്ചിന്റെ ജീവിതം കുട്ടിച്ചോറാക്കോടാ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരും കയറി ഇടപെട്ട് നീയൊക്കെ ഈ അവസ്ഥ കൊണ്ട് എത്തിച്ചല്ല. എന്നിട്ട് നീയൊക്കെ എൻ്റെ വല്ലതും പറഞ്ഞാ? നീയൊക്കെ പറഞ്ഞാടാ. കാണുമ്പോൾ അങ്കിളെ പുങ്കിളെ എന്ന് വിളിച്ചോണ്ട് പറഞ്ഞല്ലാതെ. ഒരു കാര്യം ഞാൻ പറയാൻ ലച്ചു, ജീവിതം നിന്റെയാണ്, നിന്റെ തീരുമാനം എടുക്കണം നീയാണ്. ഇനി നീ എന്ത് പറഞ്ഞാലും അങ്കിള് ബാസി അങ്കിള് ജീവനോടെ ഇരിക്കുമെങ്കിൽ ഞാൻ സമ്മതിക്കൂല. മക്കള് വാ അച്ഛനും അമ്മയും തമ്മിൽ പിള്ളേരെ മുഖം നോക്കടി. കഷ്ടപ്പെടാ ലച്ചുവേ. അങ്കിളെ ശരിക്കും പ്രശ്നം എന്തുവാ? കഴുത പാര് വളർന്ന് കാളവലായി. അല്ലെ സഹോദര പ്രശ്നമാണ്, ഇടപെടണം. അതെന്തിനാണ് ഏതാണെന്ന് അറിയാതെ അവൻ വാല കോല നിങ്ങൾ വല്ല പിള്ളേരെ പറയുന്ന ആളാടാ നീ. സഹോദരായിരുന്നു നോക്കണം, ആദ്യം നാട്ടിലെ പെൺപിള്ളേരായിരുന്നു നോക്കാം. ഞാൻ ചോദിക്കാന്നില്ലേ ചോദിക്കണ് ചേച്ചി, പ്രശ്നം ചേച്ചി പ്രശ്നം എന്ത്? ഞാനും സിദ്ധും തമ്മിൽ ഡിവോഴ്സ് ആയിരുന്നു. എപ്പോ എന്നാണ് പറഞ്ഞ് നടക്കണത്? അത് പറഞ്ഞ് മനസ്സിലായിക്കോട്. ആര് പറഞ്ഞു അങ്കിളടുത്ത്? സംഭവം എന്തുവാ? എനിക്കറിയാൻ പാടുന്ന സംഭവം എന്താ. ഇപ്പൊ അങ്ങള് പറയുന്നത് ഞാനും സിദ്ധു തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാന്നൊക്കെ അങ്കിള് പറയുന്ന. അപ്പൊ നിങ്ങളാണോ? അല്ല വാലിക്കിട്ട് കേട്ടായിട്ടല്ല കാര്യം. ഓക്കെ, ഇതിപ്പോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കാൻ എന്തായാലും പറഞ്ഞുണ്ടാക്കാല്ലോ. അതുകൊണ്ടാ തിരിച്ചു പറഞ്ഞു. ഇറങ്ങി നടക്കാൻ വയ്യ. ചായക്കടയിലവിടെ ചെന്ന ലച്ചുന്റെ കാര്യം, അപ്പുറത്ത് പോയ ലച്ചുന്റെ കാര്യം, പാറവിടെ ചൂണ്ടട്ടിക്ക് നമ്മൾ ചെന്ന അവിടെ ചെന്ന ലച്ചുന്റെ കാര്യം. ഇതെല്ലാം അങ്കിൾ തന്നെ ആയിരിക്കും പറയണല്ലേ? ഇല്ലടാ നിന്റെ ഞാൻ പോടാ മക്കളെ. നിർത്തി ഞാൻ നിർത്തി ബന്ധം നിർത്തി നീ. അവസരം കാണാം തേരാപ്പാര അങ്ങടി ഇങ്ങടി. ചേച്ചി എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം ചോദിക്കട്ട് ഇത്രയാണ്ട് ചോദിക്കുകയാണ്. അളിയ ഈ വരണെന്ന് പറയാനുണ്ടല്ലോ, വരണില്ല. ഒരാള് വരുന്നു എന്ന് പറയുന്നു, അയാള് വരുന്നില്ല. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി ഒറ്റ കാര്യം, ശരിക്കും നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? എന്റെ ദൈവമേ, ഏത് നേരത്താണ് ഈ വീട്ടിലേക്ക് മാറാണെന്ന്? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കണം, അല്ല അളയനെ ഇതിനകത്ത് പിടിച്ചിട്ടേക്കില്ല കേട്ടാ. പറഞ്ഞു തീർത്തോളാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പോയത് ആരെടുത്തോണ്ട് വരുമെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.